നല്ല സമയത്തിനായി വീണ്ടും സ്തോത്ര ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ദിവസത്തിൽ കടന്നു വന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവമായ യഹോവേ, നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന തിരുവചനം. ഇസ്രായേൽ ജനത്തോട് മോശയിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച തിരുവചനമാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന് സംസാരിക്കാനുള്ളത് തന്റെ ജനത്തോട്. തന്റെ ജനത്തിനെ അത് കേൾക്കാനും കഴിയത്തുള്ളൂ. തന്റെ ജനത്തിനെ ആ വചനം ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ആ വചനം ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ, അത് ദൈവത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് അനുഗ്രഹവും വിടുതലുമായിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കും. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ ഇരുന്നാൽ, ആത്മാവിൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ആത്മാവിൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥലിൽ ഇരുന്നാൽ ഈ വചനം നമുക്കും അനുഗ്രഹമായി തീരും, നമുക്കും വിടുതലായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ടുണ്ട്. അന്നും ജനത്തെ അനുഗ്രഹിക്കേണ്ടതിന്, ജനത്തെ വിടുവിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ സംസാരിക്കും. അതേ ആത്മാവ് ഇന്ന് രാത്രിയിലും അവൻ കൂടി വന്ന ദൈവമക്കളോട് അവൻ സംസാരിക്കുന്നത് അവൻ ജനത്തിന്റെ വിടുതലിനായി, ആത്മീയ വിടുതലിനായി, അവൻ ആത്മാവിന്റെ വിടുതലിനായി പരിശുദ്ധാത്മാവ് നമ്മോട് വചനത്തോട് സംസാരിക്കും. സ്തോത്രം. വ്യക്തമായി ദൈവത്തിന്റെ വചനം ജനത്തോട് അറിയിക്കും. അതിന്റെ 1-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. 8-ന്റെ 1 നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കും. ദൈവജനമേ, അന്ന് ദൈവത്തിന്റെ ജനത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കായിട്ടാണ്. ഇന്ന് രാത്രിയിലും നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവസന്നിധി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിക്കായി മാത്രമാണ്. നാം അത് മറന്നുപോകരുത്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലം ആ 1-ാം വാക്യത്തിൽ തന്നെ വായിച്ചപ്പോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ജനത്തോടുള്ള ആഗ്രഹം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവത്തിന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ ആഗ്രഹം, നിങ്ങൾ ജീവിച്ചിരിക്കണം, നിങ്ങൾ വർദ്ധിക്കണം. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി സന്തോഷമുണ്ടോ? പരിശുദ്ധാത്മാവിൽ വചനം വ്യക്തമായി പറയുക, സ്വന്തം നീ ആത്മാവിൽ ജീവനുള്ളവനായി ഇരിക്കണമെന്നോ, ആത്മീയ വർദ്ധനവ് നിന്റെ ജീവിതത്തിൽ നടക്കണമെന്നോ ആരാഗ്രഹിക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആഗ്രഹം എന്താ? അതിനോട് യോജിക്കുന്നതാണോ? ദൈവത്തിന്റെ ആഗ്രഹത്തോട് യോജിക്കുന്നതാണോ? ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ശ്രദ്ധയോടെ എല്ലാവരും കേൾക്കണം. സ്വന്തം നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് ആത്മീയ ജീവൻ പ്രാപിച്ചവരാ. എന്താ? പലർക്കും ആരാധിക്കാൻ കഴിയും, ജീവനില്ല. ജീവനുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തോ ഇല്ല. ജീവന് പരിശുദ്ധാത്മാവില്ലാത്തവന്
ജീവനില്ല. പരിശുദ്ധാത്മാവില്ലാത്തവർക്ക് ജീവനില്ല. അവൻ പരിശുദ്ധാത്മാവുള്ളവന്റെ ആരാധന കാണുമ്പോൾ അവന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം അവൻ ജീവനുണ്ടോ ഇല്ലയോ എന്ന്. ഇന്ന് രാത്രി സന്തോഷമുള്ള ദൈവമക്കളിൽ പരിശുദ്ധാത്മാവുള്ളവൻ അവൻ ജീവനുള്ളവനാ. ജീവനുള്ള ദൈവത്തെ അവൻ അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹവുമായി യോജിച്ചു പോകുമ്പോഴേ അത് നടക്കത്തുള്ളൂ. അപ്പൊ ജീവിച്ചിരിക്കുന്നവൻ എന്തുണ്ട്? വർധനമുണ്ട്. ജീവിച്ചിരിക്കാത്തവന് വർധനമുണ്ട്. സ്തോത്രം. ഈ ലോകത്തിലെ ഏത് കാര്യം നോക്കിയാലും ഒരു വർധന ഉണ്ടാകണ എന്തോ വേണം? ജീവൻ ഉണ്ടായിരിക്കണം. ഒരു മരമെടുത്താൽ, ഒരു സസ്യമെടുത്താൽ, സ്തോത്രം, ഏത് വിഷയമെടുത്താലും അതിന് ജീവനില്ലെങ്കിൽ വർധന ഉണ്ടോ? ഫലമുണ്ടോ? ഇല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആഗ്രഹം നീ ജീവനോടെ ഇരുന്ന വർധനവുള്ളവരായി അവൻ ദൈവസഭ ആത്മാവിൽ വർദ്ധിക്കുന്നവരായി ആത്മീയ വർധനവുള്ളവരായി ദൈവസ്വയം നിൽക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യണം. സ്തോത്രം. അടുത്ത ദൈവത്തിന്റെ ആഗ്രഹം എന്തോ? ദൈവം ഒരുക്കി വെച്ച ദേശം കൈവശം ആഗ്രഹിക്കുന്നു. സ്തോത്രം. പക്ഷെ കർത്താവിന്റെ ആഗ്രഹം എന്തോ? കർത്താവ് ഒരുക്കി വെച്ച ദേശം കൈവശമാക്കണം. സ്തോത്രം. രാത്രി സന്തോഷമുള്ള ദൈവമക്കളെ, പിതാക്കന്മാർക്ക് ദൈവം സത്യം ചെയ്തൊരു ദേശമുണ്ട്. സ്തോത്രം. ആ ദേശത്തെ കുറിച്ച് ആ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ ദേശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഓടിച്ചു പറയട്ടെ. ഇന്ന് രാത്രി പഴയ നിയമത്തിൽ ദൈവം ഒരുക്കി വെച്ച ദേശം പുതിയ നിയമത്തിലേക്ക് വരുമ്പോ ദൈവത്തിന്റെ ജനവ് നമുക്കൊരു ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ദേശം എന്താ? നിത്യദേശം, സ്വർഗരാജ്യം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. അത് ദൈവ കർത്താവ് തന്റെ പുത്രനിലൂടെ സത്യം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവിടെ എത്തിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം, ആ ആഗ്രഹത്തോട് നമ്മൾ യോജിക്കുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവ് എന്തോ പറഞ്ഞത്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ. സ്തോത്രം. എന്താ? ഞാൻ പോകുന്ന ഒരു സ്ഥലം ഒരുക്കാൻ പോകുക. ആ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കേണ്ടവര് ഞാൻ രണ്ടാമതും വരും. സ്തോത്രം. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ദേശം, നമ്മൾ ആയിരിക്കുന്ന ദേശം കർത്താവിന്റെ ദേശമാണോ? അല്ല. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ദേശം. ദൈവ പൈതല് നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിൽക്കുന്നെങ്കിൽ നിനക്കൊരു ദേശം സത്യമായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ എത്തിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹത്തോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം യോജിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ച് സ്തോത്രം. കർത്താവിന്റെ സകല കൽപ്പനകളും സ്തോത്രം പ്രമാണിച്ച് നടക്കണം. ഇത് പറയുമ്പോഴേക്കാ സ്തോത്രം പലർക്കും വിഷയമാകുന്നു. സ്തോത്രം. ആത്മാവിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ദൈവത്തിന്റെ കൽപ്പനകളെ എടുത്തുകൊണ്ട് ദൈവസന്നിധി പറയുമ്പോ അത് ദൈവത്തിന്റെ കൽപ്പനയാ. അത് കേട്ടേച്ച് ഈ ചെവി കൊണ്ട് ഇറക്കി വിടാനല്ല. ചിലർക്ക് കേൾക്കാനും കഴിയുന്നില്ല. കേട്ടെങ്കിൽ നമ്മുടെ കാതുകളിൽ ഈ കൽപ്പന, ദൈവത്തിന്റെ വചനത്തിന്റെ കൽപ്പന ഈ കാതുകളിൽ കേട്ടെങ്കിൽ അത് നിന്റെ ഹൃദയത്തിൽ തറയ്ക്കണം. ആ ഹൃദയത്തിൽ തറയ്ക്കുന്ന കൽപ്പന പ്രമാണിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രമാണിച്ചു നിൽക്കാനാ സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കട്ടെ, ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായും പ്രമാണിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്നവർ, അങ്ങനെ കഴിയേണ്ടവർ അത് പ്രകാരം ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുമ്പോ ആത്മീയ ജീവനുള്ളവരായി ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ഒരു സ്തോത്രം ജീവനുള്ള സ്തോത്രമായി. സ്തോത്രം.
സ്വോത്രം. ജീവനുള്ള സ്വോത്രം ദൈവസന്നിധിയിൽ അർപ്പിക്കണം. ജീവനില്ലാത്തതിന്റെ സ്വോത്രമൊന്നും കർത്താവിന് വേണ്ട. ജീവനുള്ളതിന്റെ സ്വോത്രം മതി കർത്താവിന്. അന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവുള്ളവൻ അവൻ ജീവനുള്ളവനാ. അവൻ ആത്മാവിൽ സ്വോത്രം ചെയ്യുമ്പോ ആ സ്വോത്രത്തെ അവൻ ദൈവം പ്രസാദിപ്പാൻ ഇടയാകും. അവൻ ദൈവത്തിന്റെ നാമമഹത്വം എടുക്കും. സ്വോത്രം. കാരണം അവൻ ജീവൻ പ്രാപിച്ചത് എന്തുകൊണ്ടാ? അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചു. സ്വോത്രം. ചിലർ വിചാരം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൽപ്പന പ്രമാണിച്ചെന്നാണ്. സ്വോത്രം. പലരും വിചാരിച്ചിരിക്കുന്നത് എങ്ങനെ? തെറ്റിയോ മക്കളെ? നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ പ്രമാണിക്കേണ്ട കൽപ്പനകളായത്. ഇത് പ്രമാണിച്ചു തന്നെ മുൻപോട്ട് പോകണം. എന്താ പലരും പിന്മാറിപ്പോയത്? പലർക്കും ആരാധന ഭാവിനാവിൽ കഴിയുന്നില്ല, ആരാധിപ്പാൻ കഴിയുന്നില്ല, പലർക്കും ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? സ്വന്തം ദൈവമക്കള് ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോ അതിനെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്, ഞാൻ ജീവനോടെ ഇരിക്കണം, ഞാൻ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഞാൻ വർദ്ധിക്കേണ്ടവരാ, ഞാൻ ആത്മാവിൽ വർധന പ്രാപിക്കേണ്ടവരാ, എനിക്കൊരു ദേശം ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് കൈവശമാക്കാനുള്ളവരാ, ആ ദേശം കാണേണ്ടവരല്ല. അതിനാൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ആ ചിന്ത എന്നെ ഭരിക്കുന്നെങ്കിൽ, എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആ ചിന്ത എന്നെ ഭരിക്കുന്നെങ്കിൽ ദൈവസന്നിധി ഞാൻ അനുഗ്രഹിക്കും. ആ ദേശത്തെ കുറിച്ച് ദൈവം വ്യക്തമായി പറയും. അങ്ങനെ മുൻപോട്ട് പോകുമ്പോ നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാൻ അതിന്റെ പശ്ചാത്തലം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. നിന്റെ ദൈവമായ യഹോവയെ ഓർക്കണം. ജീവനുള്ള ദൈവവൈദ്യനെ, സ്വതന്ത്ര ആത്മാവിൽ ജീവിക്കുന്ന ദൈവവൈദ്യനെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈദ്യനെ, നീ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആത്മാവിൽ ആരാധിക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. രാത്രി ആലയിൽ ദൈവത്തെ ഓർക്കേണ്ട ജനം ദൈവത്തെ ഓർക്കണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ കൽപ്പനയാ. അത് നീ പ്രമാണിക്കണം, ഞാൻ പ്രമാണിക്കണം. അത് പ്രമാണിക്കുമ്പോഴാ അത് എനിക്ക് അനുഗ്രഹമായി തീരുന്നത്. അത് ഞാൻ പ്രമാണിക്കുമ്പോഴാ ദൈവത്തിന്റെ ആഗ്രഹത്തോട് ഞാൻ യോജിക്കാൻ ഇടയാകുന്നത്. സന്തോഷമുണ്ടോ? സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് ഞാൻ പ്രമാണിക്കണം. ഇന്ന് രാത്രി ഇവിടുന്ന് കേട്ടേച്ച് പോയിട്ട് കാര്യമില്ല, കേട്ടേച്ച് പോയിട്ട് കാര്യമില്ല. പലരും കേൾക്കാൻ താല്പര്യം, പലർക്കും കേൾക്കാൻ ആഗ്രഹം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്തോട് എന്നോട് സംസാരിക്കുന്നത് നീ ഓർക്കേണ്ടത് നിന്റെ വീട്ടുകാരെ മാത്രമല്ല, നിന്റെ നാട്ടുകാരെ മാത്രമല്ല, നാട്ടിലുള്ള കാര്യം മാത്രമല്ല. അവൻ നിന്നെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട്. അവൻ പാപത്തിന്റെ ശമ്പളമായ മരണം, അവൻ ആ മരിച്ചവനായിരുന്നു നീ. ആ മരണത്തിൽ നിന്ന് എന്നെ ജീവിപ്പിച്ച കർത്താവ്, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞു, എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും എനിക്ക് വേണ്ടി ഊറ്റി തന്ന എന്നെ വീണ്ടെടുത്തെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹത്തെ നീ ഓർക്കണം. മറന്നു പോകരുത്, ആ മറന്നു പോകരുത്. നീ ഓർക്കണമെന്ന് കർത്താവിന്റെ കൽപ്പനയാ. അത് പ്രമാണിക്കാം. സ്വോത്രം. ഇത് മറക്കുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. എപ്പോഴാ മറക്കുന്നത്? സ്വോത്ര ഹാജരില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടത് അവനല്ലോ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത്. സ്വോത്രം. സ്വോത്രം. സമ്പത്ത് ഉണ്ടാക്കുവാൻ ശക്തി തരുന്നത് ആരാ? പിതാക്കന്മാരോട് സത്യം ചെയ്ത ദൈവം. ആമേ. സമ്പത്ത് വരുമ്പോഴാണ് മറവി വരുന്നത്. ആരെ മറക്കുന്നു? ദൈവത്തെ മറക്കുന്നു. ഈ ജനം മറന്നെന്ന്. അതുകൊണ്ടാ ദൈവാത്മാവ് ദാസന്മാരോട് സംസാരിക്കുന്നത്. ഇന്നും പലരും മറക്കുക, അവൻ ഓർക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അവസ്ഥകൾ മാറി, സാഹചര്യങ്ങൾ മാറി, അവയെ ബുദ്ധിമുട്ടുകൾ മാറി, അവയെ പ്രയാസങ്ങൾ പലതും മാറിയതുകൊണ്ട് പലർക്കും ദൈവത്തെ ഓർക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി നിന്റെ ബുദ്ധിമുട്ടിന്റെ നടുവിൽ, നിന്റെ ഭാരങ്ങളുടെ നടുവിൽ നിന്നെ നടത്തിയ ദൈവത്തെ അവന്റെ സന്തോഷ വേളയിൽ, അവന്റെ അനുഗ്രഹത്തിന്റെ നാളുകളിൽ നീ മറക്കരുത്. അതാ കർത്താവിന്റെ കൽപ്പന.
പരിശുദ്ധാത്മാ പറയുക, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നന്മ ദൈവം തരുമ്പോ, നന്മ ദൈവം തന്നതാ, നമുക്ക് തന്നിരിക്കുന്ന സമ്പത്ത് ആരുടെ ശക്തിയാ? ദൈവത്തിന്റെ ശക്തിയാ. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ നന്മ സ്വർഗം തന്ന നന്മയാ. അത് ദൈവത്തിന്റെ ശക്തിയാ. അവൻ നീ പറയരുത് എന്റേതെന്ന് പറയരുത്. എന്റേതെന്ന് പറയാനല്ല, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ശക്തിയാ. ആ ശക്തി എന്റെ മേൽ പകർന്നതുകൊണ്ട് ഞാൻ സമ്പത്തുള്ളവൻ. ഏത് സമ്പത്ത്? ആത്മീയ സമ്പത്ത്. സമ്പത്തിന് കേൾക്കുമ്പോ നമ്മുടെ വിചാരം ബാങ്കിലെ ഡിപ്പോസിറ്റ്. സമ്പത്തൊന്ന് കേൾക്കുക. എല്ലാവരും സന്തോഷത്തോടെ പ്രാർത്ഥനയിലിരിക്കണം. എല്ലാവരെയും ചിന്ത എന്തോ സ്വത്രം. ഞാൻ ആഗ്രഹിച്ചു നല്ലൊരു വീട്, നല്ല കാര്യം. ഞാൻ ആഗ്രഹിച്ചു നല്ലൊരു വണ്ടി, നല്ല കാര്യം. എല്ലാം സമ്പത്തിൽപ്പെട്ടതാ. പക്ഷെ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം ഇട്ടേച്ചു പോകണം. ഇതെല്ലാം നശിച്ചു പോകുന്നത്. ഇതെല്ലാം പുഴു കേറി ദ്രവിച്ചു പോകുന്ന കാര്യങ്ങളാ. ഇതൊക്കെ നശിച്ചു പോകുന്ന കാര്യമാ. നശിച്ചു പോകാത്തൊരു സമ്പത്തുണ്ട്. ആത്മീയ സമ്പത്ത്, ആത്മീയ സമ്പത്ത്, ആത്മീയ സമ്പത്ത്. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അത് പ്രാപിക്കണമെങ്കിൽ നീ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർക്കേണ്ട സമയം എപ്പോഴാ? എല്ലാ സമയവും ദൈവത്തെ ഓർക്കണം. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഓർക്കണം, അല്ലാതെ അടുത്ത ആഴ്ച വരുമ്പോഴല്ല ഓർക്കേണ്ടത്. സ്തോത്രം. വീട്ടിലെ കാര്യം മറക്കുന്നുണ്ടോ? ജോലിസ്ഥലത്തെ കാര്യം മറക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ കാര്യം മറക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, മറക്കത്തില്ല. ഇന്ന് രാത്രി പറയട്ടെ, നമ്മുടെ തലമുറയുടെ വിഷയം നാം ഓർക്കുന്നില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നാം ഓർക്കുന്നില്ലേ? നമ്മുടെ ഭവനത്തിന്റെ കാര്യം ഓർക്കുന്നില്ലേ? നമ്മുടെ പിതാക്കന്മാരുടെ കാര്യം നാം ഓർക്കുന്നില്ലേ? നമ്മുടെ വല്യപ്പച്ചന്മാരുടെ കാര്യം ഓർക്കുന്നില്ലേ? ഓരോരുത്തർക്ക് അത് പറയാൻ എത്ര എന്തോ ഒരു നാവ്. ആ നാവ് പറയുമ്പോ എന്തോ സന്തോഷത്തോടെ പറയുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തെ ഓർക്കണം. നിന്നെ വീണ്ടെടുത്ത, നിന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് നീ പറയുന്നുണ്ടോ? എന്നെ രക്ഷിച്ച എന്റെ യേശുവിനെ കുറിച്ച്, എന്നെ വീണ്ടെടുത്ത എന്റെ യേശുവിനെ കുറിച്ച്, എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത എന്റെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നു വെച്ചാൽ സുവിശേഷം അവൻ പറയുന്നുണ്ടോ? സുവിശേഷത്തിന്റെ പങ്കുള്ളവരാണോ? ദൈവത്തിന്റെ കൽപ്പന അത് പ്രമാണിക്കണം. എന്തിനാ നാം ജീവിച്ചിരിക്കേണ്ടത്? ആത്മീയ ജീവൻ പ്രാപിച്ച ആത്മീയ സമ്പത്തുള്ളവരാ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ഓർക്കണം. ഇന്ന് രാത്രി ഈ ഹോളിൽ കടന്നു വന്ന ദൈവമക്കൾക്ക് എത്ര പേർക്ക് ദൈവത്തെ ഓർക്കാൻ കഴിയുന്നുണ്ട്? അവ ദൈവത്തെ ഒന്ന് ചോദിച്ചാട്ട്. വചനം ഏറ്റെടുക്കേണ്ടവർ ഇന്ന് രാത്രി നിന്റെ ആത്മീയ ജീവിതത്തിൽ വിടുതൽ നടക്കണം. സ്തോത്രം. ദൈവമക്കളെ, ശുശ്രൂഷ ദൈവം തരുന്നത്. രാത്രി വചനത്തോടെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കുന്നത്. സമ്പത്തുണ്ടാകണം. എന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച നീ ആത്മീയ സമ്പത്തുള്ളവളാ. നീ ആത്മീയ സമ്പത്തുള്ളവരാ. അവൻ കർത്താവിന്റെ സന്നിധി ജീവൻ തുടിക്കുന്ന ആരാധന കഴിപ്പ. അവൻ ജീവനുള്ള ആരാധനയാ. ദൈവസനിൽ ആവി നിൽപ്പ. അവൻ ദൈവസനി ആത്മീയ വർധനമുള്ളവരാ. ദൈവസനി നിൽക്കുവാൻ കഴിയും. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അവൻ ജീവനുള്ള ദൈവത്തെ, ആത്മീയ ജീവനുള്ളവരായി, അവൻ ആത്മീയ ജീവൻ പ്രാപിച്ചവരാ. ദൈവത്തെ ആരാധിക്കുക. എന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വർധനമുണ്ടാകണം. എന്റെ ആത്മീയ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെ ആഗ്രഹിക്കുന്നവോ അവൻ ദൈവസേന ചെയ്യേണ്ട കാര്യം നീ ദൈവത്തെ ഓർക്കണം. അവൻ നിന്റെ നന്മയുടെ അവസ്ഥയുടെ നടുവിൽ, സന്തോഷത്തിന്റെ നടുവിൽ നീ ദൈവത്തെ ഓർക്കണം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാൽ രാത്രി തന്നെ വിടുതൽ നടക്കണം. അവൻ ശത്രുവിന്റെ ലോകം തകരണം. ഈ നഗരത്തുള്ള ശത്രുവിന്റെ അവൻ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ തകരണം.
ഉണ്ടാകും. അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകും. ഏത് സമ്പത്ത്? ആത്മീയ സമ്പത്ത്. ആരുടെ അനുഗ്രഹത്താൽ ഉണ്ടാകും? യഹോവയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകും. യഹോവയുടെ അനുഗ്രഹം നമ്മുടെ മേൽ വരണമെങ്കിൽ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിക്കണം. ദൈവത്തെ ഓർക്കണം. ഇന്ന് രാത്രി ഈ ഹോളിൽ വിട്ട് ആരാധന കഴിഞ്ഞ് ഭവനത്തിൽ പോകുമ്പോൾ ബോധയാത്രയിൽ നീ ഓർക്കണം. ഭവനത്തിൽ ചെല്ലുമ്പോൾ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. എന്ന് വെച്ചാൽ ദൈവത്തെ ഓർക്കുന്നവർ ദൈവസ്ഥനെ മുഴങ്ങാൽ മടക്കും. അവൻ ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവത്തെ ഓർക്കുന്നവർ ദൈവത്തിന്റെ വചനം ധ്യാനിക്കും. ദൈവത്തിന്റെ വചനം വായിക്കും. അവരെ സ്വന്തം അവർ ഈ ലോകത്തോട് പറ്റിയിരിക്കാൻ പോകത്തില്ല. അവർ ദൈവത്തോട് പറ്റിയിരിക്കും. യഹോവയുടെ അനുഗ്രഹം അവന്റെ മേൽ വരും. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. യഹോവയുടെ അനുഗ്രഹം ആമേ പ്രിയ പൈതലേ, ദൈവ പൈതലേ, ദൈവമക്കളെ നമ്മുടെ മേലുണ്ടെങ്കിൽ ആമേ എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രിയ ദൈവ പൈതലേ നിന്റെ മേലുണ്ട്. നിനക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. നീ ആത്മീയ സമ്പത്തുള്ളവനാ. ദൈവസന്നിധി നിൽക്കും. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്ക്. ദൈവത്തെ ഓർക്കാൻ തയ്യാറാകുക. അവ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തെ ഓർക്കാൻ ഇടയാകട്ടെ. നിന്റെ ബുദ്ധിമുട്ടിന്റെ സമയത്തും നിന്റെ ഭാരത്തിന്റെ നടുവിൽ കർത്താവിനെ നോക്കാം. എന്റെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ നോക്കാൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം, യേശുവിന്റെ നാമം, ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ മേലുണ്ടാകും. അനുഗ്രഹം അഭിഷേകമായി മാറും. ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാര്? അഭിഷിക്തന അഭിഷേകം പ്രാപിച്ചവൻ ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവനാ. അഭിഷേകം പ്രാപിച്ചവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. അവന് സമ്പത്തുണ്ട്. ഏത് സമ്പത്ത്? ആത്മീയ സമ്പത്തുള്ളവൻ ഈ ലോകത്തിൽ അവന് വേണ്ട സമ്പത്ത് ദൈവം കൊടുക്കും. ദൈവം കൊടുക്കും. ആത്മീയ സമ്പത്തുള്ളവന് സന്തോഷമുണ്ടോ? ആത്മീയ സമ്പത്ത് പ്രാപിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം. സ്വോത്രം. ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മീയ ജീവനുള്ളവനായി അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിക്കും. അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കും. അവൻ ആത്മീയ സമ്പത്തുള്ളവനായി മാറും. ആത്മീയ സമ്പത്തുള്ളവൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ട സമ്പത്ത്, ഈ ലോകത്തിൽ നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അത് ദൈവം തരും. അതിനുവേണ്ടി നീ ഭാരപ്പെടേണ്ട. അതിനുവേണ്ടി ഭാരപ്പെട്ട അത് ദൈവത്തിന് സമയം ചിലവഴിക്കല്ലേ. സ്വോത്രം. ദൈവത്തെ ഓർക്കാൻ കഴിയാത്ത ലോകത്തിലെ സമ്പത്തിന്റെ പുറകെ ദൈവത്തെ ഓർക്കാൻ കഴിയത്തില്ല. ദൈവം വിടുതലിനെ ഓർക്കാൻ കഴിയത്തില്ല. ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാൻ പലർക്കും കഴിയാത്തതിന്റെ കാരണം ലോകത്തിന്റെ സമ്പത്തിന്റെ പുറകെ പോകരുത്. ആ ലോകത്തിന്റെ സമ്പത്ത് നിന്റെ പുറകെ വരേണ്ടതാ. അവന്റെ രാജ്യം നീ അന്വേഷിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ച ദൈവത്തിന്റെ നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവം ഒരുക്കി വെച്ച ദേശത്തെ ഓർത്തുകൊണ്ട് ആ ദേശത്തിനായി കാത്തിരിക്കുന്നവരായി തീരും. സന്തോഷമുള്ള ദൈവമക്കളെ, അവൻ ദൈവത്തിനായി ഇറങ്ങി തിരിച്ചവർ ദൈവത്തെ ഓർക്കുന്നവർ അവൻ ദൈവത്തിന്റെ രാജ്യത്തെ ഓർക്കും. സ്വോത്രം. ദൈവത്തിന്റെ രാജ്യത്തെ എത്ര പേർ ഓർക്കുന്നുണ്ട്? ദൈവത്തെ ഓർക്കുന്നവർ ദൈവത്തിന്റെ ദേശം കണ്ടോ? പിതാക്കന്മാർക്ക് സത്യം ചെയ്ത ദേശം ആണ് ദൈവം. ആ ദേശത്തെ എത്തിക്കുവാൻ ദൈവത്തിന്റെ ആഗ്രഹം. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവമൈതലേ, എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളത്, ആ നിത്യതയിൽ ചേരുക എന്നുള്ളത്. യേശുവിനോടുള്ള വാസം അത് ദൈവത്തിന്റെ ദൂതന്മാരോടൊപ്പം ദൈവത്തെ ആരാധിക്കുക. നമ്മുടെ പ്രാണപ്രിയനെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ദൈവത്തെ ഓർക്കുന്നു. ആത്മീയ ജീവനുള്ളവരായിരുന്നു ദൈവത്തെ മറന്നുപോയാൽ ഈ ലോകത്തിന്റെ സമ്പത്ത് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നു അതിൽ നീ കൂടുതൽ ആശ്രയിച്ചാൽ ദൈവത്തെ മറക്കും. ദൈവത്തെ മറന്നാൽ
നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം, ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോകും. വചനത്തിൽ ഭക്തന്മാരുടെ പലരുടെ അനുഭവം എന്താ? ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്ന ശൗൽ എന്തു സംഭവിച്ചു? മുൻപോട്ട് നോക്കിയ പല ഭക്തന്മാരും വീണുപോയി. എന്താ? അവരുടെ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോ അവർ ശൂന്യമായി മാറി. അവർ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നവർ ദുരാത്മാവുള്ളവരായി മാറി. ഇന്ന് രാത്രിയിലും ആ വചനം നമ്മുടെ നടുവിലുണ്ട്. ഓർക്കണമേ ദൈവമക്കള്, യഥാർത്ഥമായി ദൈവത്തെ ഓർത്തുകൊണ്ട് എന്നെ വീണ്ടെടുത്ത് എന്റെ കർത്താവിനെ മറന്നു പോകാതെ ഏത് സാഹചര്യങ്ങളുടെ നടുവിൽ എന്റെ ദൈവത്തെ ഓർത്ത് എന്റെ ദൈവത്തെ ആരാധിക്കുക. എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച എന്റെ ദൈവം എന്നെ കൈവിടത്തില്ല. അഭിഷേകത്തിന്റെ ശക്തിയോ എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ എന്റെ ദൈവം എന്നെ നിർത്തും. അഭിഷേകമുണ്ടോ? അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അഭിഷേകം പ്രാപിക്കേണ്ടവർ അഭിഷേകം പ്രാപിച്ചോണം. ഇല്ലേ ജീവനില്ലെന്ന്, ജീവന് പരിശുദ്ധാത്മാവില്ലാത്തവർ എങ്ങനെ എടുക്കപ്പെടുമെന്ന്, പരിശുദ്ധാത്മാവില്ലാത്തവർ എടുക്കപ്പെടാത്തില്ലെന്ന്. അവൻ ജീവനുള്ളവരെ എടുക്കപ്പെടത്തുള്ളൂ, ജീവനില്ലാത്തവൻ എടുക്കപ്പെടത്തില്ല. സന്തോഷമുണ്ട്. ആ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ട്. അധ്വാനത്താൽ അതിനോടൊന്നും അധ്വാനം വേണമെന്ന് ദൈവത്തിൽ എന്തോ വേണം? അതിനോടൊന്നും കൂടുന്നില്ല. ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം, കർത്താവിന് വേണ്ടി അധ്വാനിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവൻ ആർക്കു വേണ്ടി അധ്വാനിക്കും? കർത്താവിന് വേണ്ടി അധ്വാനിക്കും, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കും. അവനെ ദൈവം മാനിക്കും, അവനെ ആത്മീയ സമ്പത്ത് കൊണ്ട് ദൈവം നിറയ്ക്കും. അവനോട് പ്രത്യേകിച്ച് സ്തോത്രം പറയണ്ട. അവനെ ആരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. അവൻ ആത്മാവിന്റെ തീഷ്ണതയോട് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി വചനമതാ പറയുന്നത്. ഒറ്റക്കാലം നീ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കണം. കൽപ്പനയിൽ നിന്നാണ് അവൻ ദൈവത്തെ ഓർക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന മറന്നു പോകരുത്. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ മുമ്പോട്ട് പോകാം. അവൻ ഹല്ലേലൂയ സ്തോത്രം. ഹോശേയയുടെ പ്രവചനം 2:8 വായിച്ച്. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവം നൽകിയപ്പോൾ ഇവകളെ മനസ്സിലാക്കണം. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിനു വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാനെന്ന് സ്വന്തം. ദൈവത്തെ മറക്കുന്നവന്റെ അവസ്ഥയാണ്. ദൈവത്തെ മറക്കുമ്പോ ദൈവം കൊടുത്ത നന്മ ആരപഹരിക്കും? പിശാച് അപഹരിക്കും. പിശാചിനു വേണ്ടി മാറ്റുവാനിടയാകും. അവൻ അപ്പോഴും അവൻ ഓർക്കുന്നില്ല. കാരണം കണ്ടോ ദൈവമക്കൾ, ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. അവൻ കൃപയിൽ നിന്നോണം, കൃപയിൽ നിന്നോണം, ദൈവ കൃപയിൽ നിന്നോണം, അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നോണം. ദൈവത്തെ ഓർത്ത് ദൈവസന്നിധി നിന്നോണം. ദൈവത്തെ ഓർത്ത് ദൈവസന്നിധി നിന്നോ. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിന്റെ നന്മ ആരപഹരിക്കും? പിശാച് അപഹരിപ്പാൻ ഇടയാകും. ഇവിടെ വെള്ളിയും പൊന്നും ധാന്യവും ഹല്ലേലൂയ വീഞ്ഞും ഒക്കെ എണ്ണയും ഒക്കെ ദൈവം നൽകി. അത് ബാലിന് വേണ്ടി ഉപയോഗിച്ചു. കണ്ടോ, ബാലിന് വേണ്ടി ഉപയോഗിച്ചതുപോലും ആര് കൊടുത്ത നന്മയാ? ദൈവം കൊടുത്ത നന്മയാ. കേട്ടോ, ഇന്ന് രാത്രി ദൈവത്തെ മറന്ന ദൈവം തന്ന നന്മ ആർക്ക് വേണ്ടി ഉപയോഗിക്കും? പിശാചിന് വേണ്ടി ഉപയോഗിക്കും. അത് ദൈവസന്നിധി ശാപം, ദൈവസന്നിധി അനുഗ്രഹത്തിന് പകരം അഭിശാപമായി മാറുവാനിടയാകും. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവം തന്ന നന്മ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചിലവഴിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്ക് തന്ന ആയുസ്, നിനക്ക് തന്ന ആരോഗ്യം, നിനക്ക് തന്ന ബലം ദൈവത്താൽ അനുഗ്രഹമാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നീ ആത്മീയ സമ്പത്ത് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കുമ്പോ ഈ ലോകത്ത് ദൈവത്തിനെ മാനിക്കും, ദൈവത്തിനെ അനുഗ്രഹിക്കും. ആ നന്മ കർത്താവിന് വേണ്ടി പലരും കർത്താവ് നന്മ ചെയ്യുമ്പോ അവൻ ചെയ്യാൻ മറക്കുക. ശരിയില്ലേ? ശരിയില്ലേ? സ്തോത്രം. എന്റെ വീട്ടിൽ ഭക്ഷണം ആഹാരം തന്നതാരാ? എന്റെ ദൈവം. ആഹാരമില്ലാത്തവർക്ക് ആഹാരം തന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം തന്നു, അവന് ഭവനമില്ലാത്തവർക്ക് ഭവനം തന്നു. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇത് ശത്രു അപഹരിക്കരുത്. ഇത് ശത്രു ഉപയോഗിക്കുമ്പോൾ ഓർത്തോണം.
ദൈവത്തെ നിനക്ക് തന്ന നന്മ ശത്രു ഉപയോഗിക്കാൻ ഇടയാകും. എന്തുകൊണ്ട്? ദൈവത്തെ മറക്കുന്നോട് പക്ഷേ ദൈവത്തെ ഓർക്കേണ്ടവൻ ദൈവത്തെ ഓർത്ത് ആത്മീയ ജീവനുള്ളവന്, ആത്മീയ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവൻ, ആത്മീയ സമ്പത്തുള്ളവന് ദൈവസന്നിധി നിൽക്കുമ്പോൾ അവന്റെ സമ്പത്ത്, അവന്റെ നന്മ ശത്രു അവൻ കൊണ്ടുപോകുമ്പോൾ അവൻ അനുവദിക്കത്തില്ല. അവനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യുതിൽ ദൈവം തന്ന നന്മ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കേണ്ട കാര്യം നമ്മക്കുണ്ട്. ഈ വചനത്തിലുള്ള പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി പറയും. അതിന് കർത്താവിനെ ഓർക്കണം, നമ്മുടെ വീണ്ടെടുപ്പ് ഓർക്കണം, നമുക്ക് തന്ന വിടുതൽ ഓർക്കണം, നമ്മൾ നടത്തിയ വിധങ്ങൾ ഓർക്കണം. മറന്നുപോകരുതേ, മറന്നുപോകരുതേ. മറന്നാൽ നിന്റെ നന്മ ഈശ്വരൻ അപഹരിക്കും. പലരും ഇന്ന് ലോകത്തിൽ പലരും ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ടു, പലരും കിടന്ന് ആമയിൽ നരകിക്കുന്നതിന്റെയും പലരും കിടന്ന് ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം ദൈവം കൊടുത്ത നന്മ വേണ്ടുന്ന പോലെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തെ മറന്നതുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണോ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണോ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണോ, ഇല്ലെങ്കിൽ ശത്രു അപഹരിക്കും. വചനത്തോട് വ്യക്തമായി ദൂത് പറയും. രാത്രി നാം ഇത് കേട്ട് ഈ വചനം ഏറ്റെടുത്ത് ദൈവമേ അങ്ങേ ഓർത്തോണ്ട് അങ്ങേ മാത്രം ഓർക്കാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാൻ വചനത്തിനോട് ഭാഗം നമ്മെ തന്നെ സമർപ്പിച്ചു, നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഈ വചനങ്ങൾ